3 ലക്ഷം വരെ ബിസിനസ് സെക്കൻഡ് സൈഡില് 260 വരെ പ്ലാൻ അച്ചീവേഴ്സ്. ഈ ഹോൾ നമുക്ക് പ്ലാൻ അച്ചീവേഴ്സ് 3 പേരുണ്ട്. ഈ മീറ്റിംഗ് ഇങ്ങനെ സംഭവിക്കാൻ കാരണക്കാരായിട്ടുള്ള 2 പ്രമുഖ വ്യക്തികളാണ് ഈ ഹോൾ ഈ ടീമിന്റെ കരുത്തരായ നേതൃത്വം വഹിക്കുന്ന പ്ലാൻ അച്ചീവേഴ്സ്. എല്ലാ പ്ലാൻ അച്ചീവേഴ്സും പ്ലീസ് താങ്ക് യു. ഞാൻ എടുത്തു പറയാൻ മറ്റുള്ള എല്ലാവരുടെ ബഹുമാനത്തോടെ ഞാൻ എടുത്തു പറയുന്ന വ്യക്തിത്വമാണ് നമ്മുടെ ശിവാൻ സാറും അഖിൽദാസ് സാറും. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ കേരളത്തിൽ തന്നെ ഏറ്റവും മാതൃകയാക്കാവുന്ന വ്യക്തിത്വമാണ്. കോഴിക്കോട് നിന്ന് വളരെ യാദൃശ്യമായിട്ട് ഓൺലൈൻ വഴി പരിചയപ്പെട്ടാണ് ശിവാൻ സാറിനെ. അന്ന് മുതൽ തുടങ്ങിയ ആ ഒരു പ്രയാണം ഇന്ന് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ടീമിനെ ബിൽഡപ്പ് ചെയ്തുകൊണ്ട് ഇന്ന് പ്രാതിനിധ്യം അതായത് സ്വന്തം കൊണ്ടുവന്ന ആളെ ഒപ്പം എത്തിക്കൊണ്ടാണ് ഒരു ശിവാൻ സാറ് ഈ മീറ്റിംഗ് യാഥാർത്ഥ്യമാക്കാൻ കാരണങ്ങൾ കഴിഞ്ഞൊരു എനിക്കൊന്ന് 1.5 മാസമായിട്ട് ഇതിന്റെ പിന്നാലെ ഓടുന്നത് വരല്ല. അത്രത്തോളം എഫേർട്ട് ഇട്ടാണ് ഈ ഒരു പ്രോഗ്രാം ഈ കാണുന്ന ആളുകൾ എല്ലാവരും എത്തിക്കാറ് ഈ പ്രോഗ്രാം ഇങ്ങനെ യാഥാർത്ഥ്യമാക്കാനും എനിക്ക് ഉറപ്പാണ് ഇത് ഒരുപാട് കുടുംബങ്ങളുടെ തലമുറ മാറ്റും. ഒരുപാട് കുടുംബങ്ങൾ കഴിഞ്ഞ പ്രോഗ്രാമുകളുടെ ഭാഗങ്ങളാണ്. കഴിഞ്ഞ ഈ ഹോളില് മുമ്പ് ഗോപകുമാർ സാറിന്റെ പ്രോഗ്രാം നടന്നിരുന്നു. എത്ര ആൾ പങ്കെടുത്തതിൽ ആ ഒരു പ്രോഗ്രാമിൽ ശിവാനന്ദ സാറ് ഏകദേശം ഒരു 70ഓളം ആൾക്കാരെ ഈ ഹോളിൽ എത്തിച്ചിരുന്നു. അത് ഈ ടീമിന്റെ തലവര മാറ്റുന്നതാണ് പറയാം അല്ലെ. അതിനുശേഷം വലിയ ചേഞ്ച് ആയിരുന്നു. നിങ്ങൾ എത്ര ആൾക്കാരെ പ്രോഗ്രാം എത്തിക്കുന്നു അത് ചേഞ്ച് ആവും. ഞാൻ ശിവാൻ സാറിന്റെ പേര് അഖിൽദാസ് സാറിന്റെ പേര് എടുത്തു പറയാതെ മൈക്ക് കൊടുക്കുന്നത് ശരിയില്ലാത്തവരെ കൊടുക്കുകയാണ്. ഞാൻ മൈക്ക് അവർക്ക് കൈ പറഞ്ഞു. എന്റെ പേര് സിന്ധു, സ്ഥലം കല്ലമ്പലം മാവൻമൂട്, ആസമില് വന്നിട്ട് 3.5 വർഷമായി. ഇതൊരു സന്ധ്യ മാമൂടാണ് സ്ഥലം. ഈ ആർസിമില് വന്നിട്ട് 4 വർഷത്തോളമായി. സാധാരണ വീട്ടമ്മയായിരുന്നു, തയ്യലായിരുന്നു ജോലി. ആ ഒരു ജോലിയോടൊപ്പം ഏകദേശം ഒരു 1.5 വർഷത്തോളം ഈ ആർസിയും കാര്യമായിട്ട് ചെയ്തിരുന്നില്ല. പക്ഷെ ശിവാൻ സാർ അത് ഏറ്റെടുത്ത് എന്റെ ബിസിനസ്സും കൂടെ മുന്നോട്ട് കൊണ്ടുപോയി. ഇപ്പൊ ഈ പ്ലാറ്റിനം എന്നൊരു ലെവലിൽ നിൽക്കുന്നു. നമ്മളെ ലീഡേഴ്സിന് എല്ലാ സപ്പോർട്ടും നമ്മളോടൊപ്പം ഉണ്ട്. അതുകൊണ്ട് നമ്മളെ കൂടെ വന്നിട്ടുള്ള എല്ലാവരുടെയും ഒരു ഇതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വേദിയിലേക്ക് എത്താനായിട്ട് സാധിച്ചത്. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. ജയാർസിയം ഞാൻ വളരെ യാദൃശ്യമായിട്ടാണ് ഈ ബിസിനസ്സിലേക്ക് വരുന്നത്. എനിക്ക് കണ്ടോ കേട്ടോ പരിചയമില്ലാത്ത ഒരു വ്യക്തി എന്നെ ഓൺലൈനിലൂടെ പരിചയപ്പെട്ട് ഈ ബിസിനസ് പറഞ്ഞു തന്നു. അതെനിക്ക് നല്ലതെന്ന് തോന്നി, അത് ഏറ്റെടുത്ത് ചെയ്തു. ഇത് ഞങ്ങൾ 2 പേരും ഒരേ റാങ്കിൽ, കോഴിക്കോടുകാരനും കൊല്ലത്തുള്ള ശിവാനന്ദനും ഒരേ റാങ്കിൽ ഞങ്ങൾ നിൽക്കുന്നു. അപ്പോൾ ഇതൊരു വലിയ അവസരമാണ്. ആ അവസരം 100% നമ്മൾ ഓരോരുത്തരും പ്രയോജനപ്പെടുത്തുക. നിങ്ങളോടെല്ലാം പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ഇതിനെ ഏറ്റെടുക്കുക, പൂർണ്ണമായി റിസ്ക് ഏറ്റെടുക്കുക. അപ്പോൾ സാറ് പറഞ്ഞതുപോലെ എൻ്റെ ഒരു സ്വപ്നമാണ്, എൻ്റെ ഒരു ആഗ്രഹമാണ് ഇങ്ങനെയുള്ള വലിയ വലിയ ഇവന്റുകൾ സംഘടിപ്പിക്കുക എന്നുള്ളത്. കൊല്ലത്ത് ഇനിയും വലിയ ഇവന്റുകൾ വരും. നമുക്ക് ഒരുപക്ഷെ സ്വപ്നം കാണാൻ കഴിയാത്ത തരത്തിലുള്ള ഇവന്റുകൾ ആർസിഎമ്മിന്റെ പേരിൽ കൊല്ലത്ത് വരും. അതിന് നമ്മളെല്ലാവരും ഒപ്പം ഉണ്ടാവും. ജയാർസിയം. എന്റെ പേര് അഖിൽദാസ്, കോഴിക്കോട് കുന്നമംഗലം സ്വദേശിയാണ്. വിനോദ് സാറിന്റെ വീട് എന്റെ തറവാടിന്റെ 2 പറമ്പപ്പുറത്താണ് വിനോദ് സാറിന്റെ വീട്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാർ റൊണാൾഡ് നാരായൺ സാറും എന്റെ തറവാടിന്റെ 2 പറമ്പ് തൊട്ട് താഴെ. അപ്പോ ആ ഒരു ഏരിയയിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ നാരായൺ സാറിനെ കണ്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആർസിഎം എന്താണെന്നുള്ളോ ഇതിന്റെ ഉൽപ്പന്നങ്ങൾ എന്താണെന്നുള്ളതൊക്കെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കുന്നത്. എനിക്കിവിടെ കൂടുതൽ സമയമില്ല എന്നുള്ളത് അറിയാം. അപ്പൊ അതുകൊണ്ട് കൂടുതൽ കഥകളിലേക്കൊന്നും പോകുന്നില്ല. ശിവാൻ സാറെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് കണ്ടു, ആ മുഖം കുഴപ്പമില്ല, ആൾക്കൊന്ന് കൊടുത്തേക്കാം, ഒരു ഹായ് കൊടുത്തു. സാറിന് മാത്രമല്ല ഒരു 3-4 ആൾക്കാർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഭാഗ്യം സാറിനാണ് കിട്ടിയത്. അങ്ങനെ സാറ് റിപ്ലൈ ആയിട്ട് വന്നു. റിപ്ലൈ കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെലവണ കൊടുക്കും. അങ്ങനെ ഒരു ഫോളോഅപ്പ് കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ സാറ് ജോയിൻ ചെയ്ത് പിറ്റേന്ന് തന്നെ കോഴിക്കോട് വന്നു എന്നുള്ളതാണ് സത്യം. പക്ഷെ ഇത് പ്രൊമോട്ട് ചെയ്യാൻ വീണ്ടും കുറച്ച് കാലതാമസം എടുത്തു. കാരണം സാറിന് സംശയം ഉണ്ടായിട്ടു ഈ ആട്ടപ്പൊടി മുളപ്പിച്ച് പൊടിക്കുന്നത് തന്നെയാണോ എന്നുള്ളത്. അപ്പൊ എന്നോട് ചോദിച്ചു, അഖിലെ കുഴപ്പമില്ല, ആട്ടപ്പൊടി നല്ല സാധനമാണ്, ഇത് മുളപ്പിച്ച് പൊടിക്കുന്നത് കാണണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ഓക്കെ കാണാൻ കുഴപ്പമില്ല, ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് പ്രൊമോട്ട് ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ പ്രൊമോട്ട് ചെയ്യും, കേരളം മൊത്തം പ്രൊമോട്ട് ചെയ്യും, പ്രൊമോട്ട് ചെയ്യുന്നു. എന്നാ പിന്നെ ആയിക്കോട്ടെ കുഴപ്പമില്ല പോയിക്കളാണ്. അങ്ങനെ 10 ദിവസം ഞാൻ മർക്കസ് ITയിലായിരുന്നു. അവിടെ ഒരു 8 വർഷം ഇൻസ്ട്രക്ടറായി ജോലി ചെയ്യുന്നു. ആ സമയത്താണ്, കൊറോണ സമയത്താണ് ഞാൻ ഈ ആർസിഎമ്മിലേക്ക് വരുന്നത്. അങ്ങനെ സാറിന് ഇത് കാണിച്ചു കൊടുക്കണം എന്നുള്ള ഒരു വാശിയിൽ ഞാൻ എന്ത് ചെയ്തു,
അതിന് മുന്നേ ഒരു വർഷം വിജയവാഡയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ പ്ലാൻ സൂപ്പർവൈസർ ആയിട്ട് ഹിന്ദിക്കാരെ മേക്കലായിരുന്നു പണി. അപ്പോൾ കുറച്ച് ഹിന്ദിയൊക്കെ അവിടുന്ന് പഠിച്ചു. അതുകൊണ്ട് നോർത്തിലേക്ക് പോകുന്നതിന് മുമ്പ് പേടിയൊന്നുമില്ലായിരുന്നു. അത്യാവശ്യം വിശന്ന് കഴിഞ്ഞാൽ ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. പോകാനുള്ള വഴി ചോദിക്കാനുള്ളൂ, അത് ആ ഹിന്ദിയൊക്കെ നമുക്ക് അറിയാം. അത് സാറോട് പറഞ്ഞു എനിക്ക് കുറച്ച് ഹിന്ദി അറിയുള്ളൂ. സാറ് പറഞ്ഞു എനിക്ക് തീരെ ഹിന്ദി അറിയില്ല, നിങ്ങൾ എന്തായാലും കൊണ്ടുപോയാൽ നമ്മൾ എന്ത് ചെയ്യും, ഇതുപോലെ പ്രൊമോട്ട് ചെയ്യും. അങ്ങനെ പോയി ഞങ്ങള് രാജസ്ഥാനിൽ പോയി. ബിൽവാര സുജിത് സാറെ വിളിച്ചു, അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ചോദിച്ചു, വിനോദ് സാറോട് ചോദിച്ചു. അങ്ങനെ ലീഡേഴ്സിനോട് സ്ഥലം കാര്യങ്ങളൊക്കെ ചോദിച്ച് കറക്റ്റ് മനസ്സിലാക്കി ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് ബിൽവാര പോയി. ഇതിന്റെ പ്ലാന്റ് കാര്യങ്ങളൊക്കെ കണ്ട് സാറിന് ബോധ്യപ്പെട്ടപ്പോ തിരിച്ചു വരുന്ന സമയത്ത് നമ്മുടെ ന്യൂട്രീഷൻ സപ്ലിമെന്റ് മാത്രം കഴിക്കുന്ന ഒരു ഗംഗാനന്ദ സാറെ പരിചയപ്പെട്ടു. അതോടുകൂടി ഇതിലെ ഉൽപ്പന്നങ്ങൾ, അതായത് സാറ് 3 ദിവസവും ഞങ്ങൾ കൂടെ ഒരു കമ്പാർട്ട്മെന്റിലായിരുന്നു. ന്യൂട്രിചാറിന്റെ പ്രൊഡക്റ്റ് അല്ലാത്ത വെള്ളം മാത്രമേ സാറ് കുടിച്ചുള്ളൂ, ബാക്കിയുള്ള കംപ്ലീറ്റ് ന്യൂട്രീഷൻ സപ്ലിമെന്റ് സാറ് ഉപയോഗിച്ചത്. അപ്പൊ ആ ഒരു സംശയം എനിക്കുണ്ടായിരുന്നു, അതും എന്തായി അവിടെ ക്ലിയർ ആയി. അതോടുകൂടി ഞങ്ങൾ ഇവിടെ വന്നു, ഇതിന്റെ പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ ഏതായാലും ഇതാ ഇവിടെ ഇങ്ങനെ എത്തി നിൽക്കുന്നു. അപ്പൊ ഇന്ന് ഈ ഒരു പ്രോഗ്രാമില് ഇവിടെ എത്തിയിട്ടുള്ള ഓരോ ആളുകൾക്കും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്കിന്ന് ഇവിടെ ക്ലാസ് എടുക്കാൻ വരുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ എന്റെ അതുപോലെ തന്നെ വിനോദ് സാറൊക്കെ മെന്റർ കൂടിയാണ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവിടെ കോഴിക്കോട് പാളയത്തെ യമുന ആർക്കേഡിൽ ചെന്ന് കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ എത്തുന്നതിന് എന്താവും, സിമ്പിൾ ആയിട്ട് സാറ് കൈകാര്യം ചെയ്യും. എല്ലാ കാര്യവും അവിടെ കേൾക്കും. പിന്നെ ഇങ്ങോട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ആ പ്രശ്നം അവിടെ എന്താവും. ഇങ്ങോട്ട് തിരിച്ചു വരുന്ന സമയത്ത് അവൻ എന്തെങ്കിലും സാധനമൊക്കെ വാങ്ങിയിട്ട് സന്തോഷത്തോടു കൂടിയാണ് എന്ത് ചെയ്യുക, തിരിച്ചുകൊണ്ട് പോരുക. അപ്പൊ അങ്ങനെയുള്ള വ്യക്തിയാണ് ഇന്ന് നമുക്ക് ഇവിടെ വരാൻ പോകുന്നത്. അപ്പൊ ആ സാറിന്റെ സമയം ഞാൻ എന്ത് ചെയ്യുന്നില്ല, തവർന്നെടുക്കുന്നില്ല. താങ്ക് യു GRC, എനിക്ക് ഒരു അവസരം തന്ന എന്താ പറയാ ദൈവത്തിനോട് അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനോട് നന്ദി അറിയിച്ചുകൊണ്ട് താങ്ക് യു GRC. എൻ്റെ പേര് റെജിമോൻ KP, കോട്ടയം ജില്ലയാണ് സ്വദേശം. ഒരു 11 വർഷക്കാലം അമേരിക്കൻ ഷിപ്പിലെ ജോലിയായിരുന്നു. VRS എടുത്ത് നാട്ടിൽ വന്നപ്പോഴാണ് ഔദ്യോഗികമായിട്ട് ആർസിനെ പരിചയപ്പെട്ടത്. അങ്ങോട്ട് ഇന്ന് ജോയിൻ ചെയ്യുമായിരുന്നു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും എനിക്ക് വേണമെങ്കിൽ ഒരു 3 ലക്ഷത്തിന് മുകളിൽ സാലറിയിൽ ഇപ്പോഴും വർക്ക് ചെയ്യായിരുന്നു. പക്ഷേ ഞാൻ ഷിപ്പിലെ ജോലി ചെയ്തുകൊണ്ട് നാട്ടിൽ വന്നു കഴിയുമ്പോൾ എനിക്ക് ധാരാളം പൈസ ഉണ്ടാകും, പക്ഷേ എൻ്റെ ആരോഗ്യം അവിടെ നശിക്കും. പക്ഷേ VRS എടുത്ത് നാട്ടിൽ വന്നപ്പം ആരോഗ്യം നശിച്ചാണ് ഞാൻ നാട്ടിൽ വന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡയബറ്റിക് അതുപോലെ ബാക്ക് പെയിനൊക്കെ ഉണ്ട്, ഒക്കെ ഏറെക്കുറെ പൂർണ്ണമായിട്ട് ഭേദമായി. ഇപ്പം ആസിനെ ജീവിക്കുകയാണ് കഴിഞ്ഞ 5 വർഷമായിട്ട്. ഇപ്പം എല്ലാവരും ആസിനെ ഹൃദയത്തോടെ ഏറ്റെടുക്കുക, അത് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുക, എല്ലാവർക്കും വിജയിക്കാനുള്ള വലിയൊരു അവസരമാണ് ആസിൻ എന്ന് പറഞ്ഞ ഈ ഒരു നന്മ. അതിനെ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ ഒരു അവസരം തന്ന സുഭാഷ് സാറിനും സുജിത് സാറിനും പ്രത്യേകം നന്ദി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഒരു അരലക്ഷത്ത് വരുമാനം വാങ്ങിക്കുന്ന ആൾക്കാർ എങ്ങനെയാണ് നിങ്ങൾ ട്രീറ്റ് ചെയ്യുക? ആണോ? ഞാൻ മനസ്സിലാക്കുന്ന അസൂയുണ്ടാവാം, കയ്യടി പോരാ. നമ്മൾ കൈയടിച്ചാൽ നമുക്കാണ് കൈയടിക്കാൻ ആൾക്കാരുണ്ടാവുള്ളൂ അല്ലേ? എന്നും മറ്റൊരു കൈയടിക്കാൻ മതിയോ? ഇവിടെ വേണ്ടേ കയ്യടി വാങ്ങണ്ടേ? അപ്പൊ കൈയടിച്ചേ പറ്റൂ, വേറൊന്നും ചെയ്യാനില്ല, വേറെ വഴിയില്ല. അടുത്ത ആളാണ് സ്റ്റാഫ് പാറ്റണം. 2 സെവൻ ടോട്ടൽ ബിസിനസ് ശേഷം വാല്യുവേഷൻ വില വരുന്ന സമയത്ത് അപ്രോക്സിമേറ്റ്ലി 50,000 രൂപയ്ക്ക് മേലെ വരുമാനം സ്റ്റാഫ് പാറ്റേൺ അച്ചീവേഴ്സിന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ അറിയുന്ന സ്റ്റാഫ് പാറ്റേൺ അച്ചീവേഴ്സ് ഉണ്ടോ ഇല്ലെന്ന് വിശ്വസിക്കുന്നു. അടുത്ത നമുക്ക് ഓടി വരും. എൻ്റെ പേര് മനോജ, കൊല്ലത്ത് കരിക്കോടാണ് വീട്. ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേർക്ക് ഞങ്ങളെ അറിയാം. കരിക്കോടിൽ അണ്ടർവേൾഡ് യുക്ക് നടത്തുകയാണ്. ഏകദേശം 5-6 വർഷം മുമ്പ് യാദൃശ്ചികമായിട്ട്, നിങ്ങളെല്ലാവരും പോലെ യാദൃശ്ചികമായിട്ട് ഈ അസിം എന്ന പ്രസ്ഥാനത്തെ അല്ല പരിചയപ്പെട്ടത്, അസിം ഉൽപ്പന്നങ്ങളെ പരിചയപ്പെട്ടത്. 2 വർഷം കാലത്തോളം അസിമിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കസ്റ്റമറായി മാത്രം നിന്നുകൊണ്ട്, ശരിക്കും പറഞ്ഞാൽ ഒരു കൊറോണ ടൈമില് അസിം സീരിയസ് ആയിട്ട് ഏറ്റെടുക്കുകയും ഇന്ന് സ്റ്റാഫ് പാർട്ടിൽ ഒരു പൊസിഷൻ നിൽക്കുകയും ചെയ്യുന്നു. എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഏതൊരു സാധാരണക്കാരനായ വ്യക്തിക്കും, എസ്പെഷ്യലി ലേഡീസിന് ഉറപ്പായിട്ടും ഈ ഒരു ആസിം ബിസിനസ്സിലൂടെ ഒരുപാട് വിവരങ്ങളിലെത്തി അവരുടെ സ്വപ്നങ്ങളും എല്ലാം സാക്ഷാത്കരിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു അവസരമാണ് ആസിം ബിസിനസ്.
ARCM. എൻ്റെ പേര് അൻഷാദ്. ഇവിടെ സംസാരിച്ചത് എന്നെ RCB കൊണ്ടുവന്നതിൻ്റെ ലീഡറാണ്. ഞാനൊരു സാധാരണ ലോറി ഡ്രൈവറായിരുന്നു. ഒരു RCB വന്നിട്ട് ഇപ്പോൾ ഒരു 6 വർഷത്തോളം ID എടുത്തിട്ട് 6 വർഷത്തോളം 2 വർഷം ഒന്നും ചെയ്യാതെ നിന്നെയാണ്. അപ്പോൾ ഞാൻ ഇതിനകത്തൊരു റോയൽറ്റി ഗോൾഡ് ആയപ്പോഴാണ് RCB എന്താണെന്ന് ഞാൻ പഠിച്ചത്. എന്നെ പഠിപ്പിച്ചതാണ്. ഞാൻ ഇത് പഠിക്കാൻ കാരണം ഇതുപോലൊരു മീറ്റിംഗാണ്. കോട്ടയത്ത് ഗോകുമാർ സാറിൻ്റെ ഒരു മീറ്റിംഗ് 2023 മാർച്ച് 16 ഇന്ന് ഓർമ്മയുണ്ട്. എന്നെ നിർബന്ധിച്ച് കൊണ്ടുപോയി ആ മീറ്റിംഗ് കേട്ട് ബാക്കിൽ നിന്ന് കേട്ട് അവസാനം അത് ഫ്രണ്ടിൽ വന്നത് കേട്ട് ആ ഒരു മീറ്റിംഗാണ് എന്നെ ഈ RCB ഉറച്ചു നിൽക്കാൻ കേൾപ്പിച്ചത്. അന്നും വണ്ടി ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഒരു RCBയുടെ ഷോപ്പ് ഇട്ടു. ഷോപ്പ് ഇടുന്നതിന് മുമ്പായിട്ട് ഞാനൊരു വ്യക്തിയെ കാണാൻ വേണ്ടി കോഴിക്കോട് വരെ പോയി. ഇന്ന് ഭാഗ്യമുണ്ട്. ഇന്ന് ആ വ്യക്തി എൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. ഞങ്ങൾ കേട്ടിട്ട് സ്റ്റാറങ്ങളാണ് ബാബുസാർ പറഞ്ഞ നമ്മൾ വിജയിച്ചവരെ ഫോളോ അപ്പ് ചെയ്യണം. അപ്പൊ ഞാൻ ഈ കൊല്ലത്തൊക്കെ RCB ഷോപ്പ് ഇടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും 1-2 ചോദിച്ചു. പലരും നെഗറ്റീവാണ് പറഞ്ഞത്. അപ്പൊ ബാബുസാർ പറഞ്ഞൊരു കാര്യമുള്ളൂ, 10ാം ക്ലാസ് ജയിച്ചവരുടെ ചോദിച്ചാൽ അവർ പറയും നല്ല എക്സാം കൊള്ളായിരുന്നു, തോറ്റെടുത്ത് വെച്ചാൽ അവർ മോശം പറയുന്നു. അപ്പൊ ഞാൻ സുജിത് സാറിനെ പോയി കണ്ടു. ചെന്ന് എനിക്കൊരു 3/4 മണിക്കൂറോടെ നിൽക്കേണ്ടി വന്നു. സാറിന് സംസാരിക്കാൻ പോലും പറ്റിയില്ല. സാറോടെ ബില്ലടിച്ചോണ്ടിരിക്കുകയാണ്. തിരക്ക് കഴിഞ്ഞപ്പോഴാണ് സാറിനെ സംസാരിച്ച് പിന്നെ ആരെയാണ് കണ്ടത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇന്ന് ആ സാറാണ് ഇവിടുത്തെ ക്ലാസ്. സാറിനെ പറ്റി സാറിന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിനുശേഷം ആ ഷോപ്പ് തുടങ്ങി 2022 ഫെബ്രുവരി 2 ആ ഷോപ്പ് തുടങ്ങിയത്. ഷോപ്പ് തുടങ്ങിയ മാസം 1,10,000 രൂപ സെയിൽ. ഇന്ന് ആ ഷോപ്പ് എത്തി നിൽക്കുന്നത് കഴിഞ്ഞ മാസം ക്ലോസ് ചെയ്യുമ്പോൾ 13 ലക്ഷം രൂപയായിരുന്നു. ഓണത്തിന് സെയിലിൽ 17,77,000 രൂപ. മിക്കവാറും ഉള്ളവരെല്ലാം നിന്റെ ഷോപ്പ് സന്ദർശിക്കുന്നവരാണ് ഒരുപാട് പേര്. അപ്പം ഇവിടെ വിനോദ് സാർ പറഞ്ഞ പോലെ ഷോപ്പിലൂടെയും വരുമാനം കിട്ടും, ടീമിലൂടെയും വരുമാനം കിട്ടും. അപ്പം നമ്മളിത് സാർ പറഞ്ഞായിരുന്നു ഫാമിലിയായിട്ട് വന്നിട്ട് എണീച്ചിരിക്കുക. ഞങ്ങൾ ഫാമിലിയായിട്ടാണ് എല്ലാ മീറ്റിങ്ങിനും പോകുന്നത്. ഇനി നിങ്ങൾ ഈ ഇരിക്കുന്നവർ പലരും ഇനി വരുമ്പോൾ ഫാമിലിയായിട്ട് തന്നെ വരിക. മീറ്റിങ്ങുകളൊന്നും മിസ്സാക്കാതിരിക്കുക. മീറ്റിംഗാണ് ഈ RCBന്റെ ജീവനാടി എന്ന് പറയുന്നത്. മീറ്റിങ്ങിൽ പങ്കെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് പഠിക്കാം, മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കാം. അതുകൊണ്ട് മീറ്റിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുക. ഇനി വരും കാലങ്ങളിൽ നല്ല നല്ല മീറ്റിങ്ങുകൾ കൊല്ലം ജില്ലയിൽ ഉണ്ടാവും. ചിലപ്പോൾ അടുത്ത മാസം തന്നെ നമുക്ക് നല്ലൊരു മീറ്റിംഗ് ഉണ്ടാവും. അതുകൊണ്ട് ഒരുപാട് നിൽക്കുന്നില്ല, നിർത്തുന്നു. വന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സർ, താങ്ക് യു. ഇത്രയും കൂടുതൽ 2 ആൾക്കാരും ടെക്നിക്കൽ എച്ചീവേഴ്സ് അവിടെ നിന്ന് ആശംസിക്കുന്നു. 3 മാസം സ്റ്റാർട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ നമുക്ക് RCB ടെക്നിക്കൽ എച്ചീവറായി. RCB ടെക്നിക്കൽ എച്ചീവർ ആവാൻ എത്ര ആൾക്കാർ ആഗ്രഹമുണ്ട്? വേണമെന്ന് അറിയുന്ന ആൾക്കാരെ കൈവക്കി, മറ്റുള്ള ആൾക്കാർ കൈവക്കാത്തതിന് കാരണം വേണമെന്ന് അറിയാത്തതുകൊണ്ടാണ്. എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ RCB പേടിന് പ്രത്യേകതയുണ്ട്, അദ്ദേഹം സെക്യൂർഡ് ലെവലാണ്. ഇത്രയും കാലം നമ്മൾ ജോലി ചെയ്തത് എങ്ങനെയാ? പാടത്ത് പണി, വരുമ്പത്ത് കൂലി. പണി ചെയ്താൽ കാശ് കിട്ടും, പണി ചെയ്തില്ലെങ്കിലോ കാശ് കിട്ടില്ല. ആരും തരാത്ത കാശ്. ഇവിടെ അതല്ല. RCB ടെക്നിക്കൽ എച്ചീവർ ആയാൽ അത്യാവശ്യം പണി ചെയ്യാതിരുന്നാലും വരുമാനമൊന്നും തെറ്റിൽ കുറയില്ല. ഒരു 1,00,000 രൂപ കുറയില്ല. അത്ര മതിയോ? പോരാ. 50 മോശമാണോ? റെഗുലറായിട്ട് സ്ഥിരമായിട്ട് 1,00,000 വരെ വരുമാനം വാങ്ങിക്കുന്ന ലെവലാണ് RCB ടെക്നിക്കൽ എച്ചീവേഴ്സ് പേളുന്ന ലെവല്. പേള എച്ചീവേഴ്സ് ആരും കൂടി ഇരിക്കുന്നുണ്ടോ? ഓടി വരും സാർ, ഓടി വരും സാർ, ഓടി വരും. കയ്യിൽ നിറഞ്ഞിലേക്ക് വരട്ടെ. എൻ്റെ പേര് മുഹമ്മദ് റാഫി. റോയൽറ്റി വൈറ്റ് ലെവൽ അച്ചീവേഴ്സ് ഒക്കെ വേദി വന്ന സമയത്ത് ഇവിടെ ലൈറ്റ് ഇല്ല എന്ന് ഞാൻ പറയായിരുന്നു. അപ്പോൾ ടെക്നിക്കലി വിളിച്ചപ്പോൾ ലൈറ്റ് വന്നു. ഭയങ്കര സന്തോഷം. ആർക്കൊക്കെ ടെക്നിക്കൽ ആകണോ എന്ന് ചോദിച്ചു. ടെക്നിക്കൽ ആകാനുള്ള ഏറ്റവും വലിയ പ്രത്യേകത ഇത് നോക്കൂ, 50,000 മുകളിൽ വരുമാനം, പിന്നെ വേദിയിൽ വരുമ്പോൾ ഇതുപോലെ ലൈറ്റ് വിടും. ശരിക്കും ഞാൻ വളരെ അഭിമാനത്തിലാണ് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു എൻ്റെ പേര് മുഹമ്മദ് റാഫി എന്നാണ്. പക്ഷേ RCBനെ ഇപ്പോൾ തുടക്കത്തിൽ പ്രൊഫൈൽ പറഞ്ഞപ്പോൾ തീർച്ചയായും പറഞ്ഞിട്ടുണ്ട് 25 വർഷമായി പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്തിട്ട്. പക്ഷേ ഞാൻ ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നിട്ട് 1 വർഷമേ ആവുന്നുള്ളൂ. അപ്പോഴേക്കും ടെക്നിക്കൽ എന്ന് പറയുന്ന പദവി എനിക്ക് പറയാനുള്ളത് പുതിയതായിട്ട് ഇവിടെ വന്നിട്ടുള്ള ആൾക്കാരോടാണ്. നമ്മൾ തീർച്ചയായിട്ടും ഇവിടെ ഇരിക്കുമ്പോൾ സംശയം ഉണ്ടാവും, ഇതൊക്കെ സത്യമാണോ,
ഇത്രയും വരുമാനമൊക്കെ സ്വാഭാവികമായിട്ട് കിട്ടുമോ, അതോ ഇവരൊക്കെ കള്ളം പറയുന്നതാണോ? എന്നാൽ ജീവിച്ചിരിക്കുന്ന ഒരു ഉദാഹരണമാണ് ഞാൻ. എൻ്റെ അച്ഛനാണ് ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചത്. 10 വർഷത്തോളം അദ്ദേഹം RCMനെ നെഞ്ചോട് ചേർത്ത് ആത്മാർത്ഥമായി പ്രവർത്തിച്ചു. കുറേ സ്ട്രഗ്ലിംഗ് ഒക്കെ സ്വാഭാവികമായി ഏത് ബിസിനസ്സിലും ഉണ്ടാകുന്ന പോലെ ഈ ബിസിനസ്സിലും സ്ട്രഗ്ലിങ്സ് ഒക്കെ തീർച്ചയായിട്ടും ഉണ്ടാകും. അങ്ങനെ സ്ട്രഗിൾ ചെയ്താണ് അദ്ദേഹം ടെക്നിക്കൽ എന്ന് പറഞ്ഞ പദവി എത്തിയത്. പക്ഷേ നിർഭാഗ്യവശാൽ 1 വർഷത്തിന് മുന്നേ എൻ്റെ വാപ്പച്ചി ഈ ലോകത്തോട് വിട പറഞ്ഞു. അതിനുശേഷം നോമിനിയായ എൻ്റെ ഉമ്മയാണ് ശരിക്കും ടെക്നിക്കൽ. ഞാൻ ഉമ്മാക്ക് വേണ്ടി പണിയെടുക്കുന്നു മാത്രമേ. പക്ഷേ കൃത്യമായി ആ വരുമാനം എല്ലാ മാസവും 6-ാം തീയതി ഉമ്മയുടെ അക്കൗണ്ടിലേക്ക് കൃത്യമായി വരുന്നത്. അതാണ് ഈ പ്രസ്ഥാനം വരുന്ന ഉറപ്പാണ്. ഏതെങ്കിലും ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാൾ നല്ല കോടിക്കണക്കിന് രൂപയൊക്കെ ഉണ്ടാക്കുമായിരിക്കും. പക്ഷെ അവർക്ക് വരുമാനം മക്കൾക്ക് കൊടുക്കാം, തലമുറയ്ക്ക് കൊടുത്തിട്ട് പോകാം ലോകത്തോട് വിട പറയുമ്പോൾ. പക്ഷെ പദവി കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ പദവി കൂടി അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ പറ്റുന്ന അടിയുറച്ച് വിശ്വസിക്കുക, ആത്മാർത്ഥമായി പ്രവർത്തിക്കുക. 5 വർഷം നിങ്ങൾ ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്താൽ ഉറപ്പായും ഈ പ്രസ്ഥാനത്തിൽ വിജയിക്കാം. ടെക്നിക്കൽ എന്ന് പറയുന്നത് അത്ര വലിയ പണിയല്ല എന്ന് എനിക്ക് പറയാനുള്ള യോഗ്യതയില്ല, എന്നാലും ഞാൻ പറയാണ്. ടെക്നിക്കലാവാൻ കൊണ്ടുപോകാൻ നിങ്ങളുടെ മുകളിൽ ലീഡേഴ്സ് ഉണ്ടാവും. ടെക്നിക്കൽ, സീനിയർ ടെക്നിക്കൽ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ. അവരെ സാർ നേരത്തെ പറഞ്ഞു, വിജയിച്ചവരെ ഫോളോ ചെയ്യുക. താങ്ക് യു. താങ്ക് യു. സംശയം അല്ലേ? സാറിന്റെ എക്സ്പീരിയൻസ് വലിയൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം അദ്ദേഹം തുടങ്ങിയാൽ നമ്മൾ അടുത്ത തലമുറയ്ക്ക് കൈമാറുന്നു പറഞ്ഞില്ലേ, RCM തന്നെ വരുമാനം വന്നു തുടങ്ങി കഴിഞ്ഞാൽ ആ വരുമാനം നിലയ്ക്കില്ല. നോമിനി കൊടുത്തിട്ടില്ലേ? നോമിനിക്ക് കൈമാറപ്പെടും. ഇത് വലിയ ഓപ്പർച്യൂണിറ്റി. ഏത് ബിസിനസ്, ഏത് ജോലി കൈമാറപ്പെടും. വലിയൊരു ഓപ്പർച്യൂണിറ്റി, ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി. അടുത്ത ലെവല് RCMലെ സ്റ്റാർപ്പുകളാണ്. 2 സൈഡിലും 10 ലക്ഷം വരെ വിസിറ്റ് വരുന്ന സ്റ്റാർപ്പുകളാണ്. ഏകദേശം ഒരു 70,000 രൂപയ്ക്ക് മേലെ വരുമാനം കിട്ടുന്ന ലെവലാണ് സ്റ്റാർപ്പുകൾ. സ്റ്റാർപ്പുകൾ ആരെങ്കിലും ഹാളുണ്ടോ? ഓടി വരും. സാറിന്റെ സെക്ഷന് വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റിംഗ് ആണ് എന്നുള്ളതാണ്. വളരെയധികം സന്തോഷം, അഭിമാനമുണ്ട് ഇന്ന് വേദിയിൽ ഇങ്ങനെ വിൽക്കാൻ സാധിച്ചില്ലേ. എന്നെ പരിചയപ്പെടുത്തിയില്ല. എൻ്റെ പേര് വീണ, കടക്കലാണ് സ്വദേശം. 8 വർഷക്കാലമായി RCMലെ ഫാമിലിയായി തന്നെ ജീവിക്കുന്നു. ഞങ്ങള് തുടക്കത്തിലെ RCMലേക്ക് വന്ന തുടക്ക സമയത്ത് സുജിസാറിന്റെ പ്രോഗ്രാം ആയിരുന്നു കേൾക്കാൻ അധികം എനിക്ക് ഇഷ്ടം. കാരണം എനിക്കിങ്ങനെ വലിയ വലിയ പൈസയുടെ കണക്കെന്ന് പറയുന്നത് അത്ര ദഹിക്കില്ല എന്ന് പറഞ്ഞാല് സാധാരണ ഒരു കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ വലിയ വലിയ ലക്ഷങ്ങളുടെ കണക്ക് പോയിട്ട് 20,000 രൂപയ്ക്ക് മുകളില് സ്വപ്നം കാണാൻ പേടിയായിരുന്നു സാറേ RCMലെ വരുമാനമൊക്കെ കിട്ടുമ്പോൾ. അപ്പൊ അത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. പക്ഷേ സുജിസാറിന്റെ പ്രോഗ്രാം ഭയങ്കര ഇഷ്ടമാണ്. കാരണം സാർ എപ്പോഴും ഇങ്ങനെ എന്താ പറയുക, നമ്മുടെ അനുഭവങ്ങളിലൂടെ കഥകളായിട്ട് ഇങ്ങനെ പറയും. അപ്പൊ നല്ല രസമാണ് അത് കേട്ടോണ്ടിരിക്കാൻ. പിന്നെ സാറ് പറയും, ഞാൻ അങ്ങനെ ഓടി നടന്ന കഥകളൊക്കെ സാറ് പറയും. അപ്പൊ എനിക്ക് ചെറിയൊരു പ്രതീക്ഷ, ചിലപ്പം എങ്ങാനും ബിരിയാണി കിട്ടിയാലോ അല്ലെ. അങ്ങനെ എന്റെ ഹസ്ബൻഡ് എന്നെ കണക്ക് കൂട്ടി കാണിക്കുമായിരുന്നു. കാരണം ഞങ്ങൾ 6 ലക്ഷം രൂപ കടത്തിൽ നിൽക്കുന്ന സമയത്താണ് RCM ഫാമിലിയിലേക്ക് വരുന്നത്. വളരെയധികം സന്തോഷമുണ്ട്. കാരണം കഴിഞ്ഞ മെയ് മാസത്തില് 2 ലക്ഷം രൂപയ്ക്ക് 12 രൂപ പറഞ്ഞു. എനിക്കത് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാനിങ്ങനെ വീണ്ടും നോക്കിക്കൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. പക്ഷേ വളരെയധികം സന്തോഷമുണ്ട്. കാരണം 2 വർഷമായിട്ട്, കഴിഞ്ഞ ഏകദേശം 2 വർഷമായിട്ട് ഞങ്ങളുടെ അക്കൗണ്ടിൽ വരുന്ന വരുമാനം എന്ന് പറയുന്നത് ഓരോ മാസവും കറക്റ്റ് 10-ാം തീയതിക്ക് മുന്നേയിട്ട് 60-നും 80-നും ഇടയ്ക്കാണ് എനിക്ക് കിട്ടിയ വരുമാനം എന്നുള്ളത്. അപ്പൊ എനിക്ക് ഇവിടെ ഇരിക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത്, ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ എനിക്കിത് സാധിക്കുമെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്കും അതിന് സാധിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം അതിനൊരു വഴിത്തിരിവാകട്ടെ. താങ്ക് യു JRC. വിളിച്ചിരിക്കുകയാണ് അല്ലേ, അതൊന്നും ആദ്യം മുമ്പിൽ ഇരിക്കാൻ മതി. താങ്ക് യു മാഡം, താങ്ക് യു. അടുത്ത അത്രയും പെട്ടെന്ന് എബ്രാളിനെ അവിടെ നിന്ന് ആശംസിക്കുന്നു. അടുത്ത ലെവലാണ് എബ്രാൾ. 2 സൈഡിലും 22 ലക്ഷം വരുന്ന എബ്രാൾ ലെവൽ. ആരെങ്കിലും എബ്രാൾ വരെ വിളിച്ചിരിക്കുന്നുണ്ടോ? എബ്രാളിന് അറിയില്ലാത്തൊന്നും അറിയില്ല. മറ്റത് മുമ്പിലുണ്ട് അല്ലേ. കഴിഞ്ഞ ജൂലൈ മാസം വരെ, ഓഗസ്റ്റ് മാസം വരെ ഞാനൊരു സ്റ്റാർപ്പുകളായിരുന്നു. ഞാനിപ്പം എബ്രാളിന്ന് പറഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഓഗസ്റ്റ് മാസത്തിൽ എബ്രാളായി. ഞാനൊരു 2018 എൻ്റെ ജോലി റിസൈൻ ചെയ്യുന്ന സമയത്ത്, ജോലി അവസാനിപ്പിക്കുന്ന സമയത്ത്
ഞാൻ ആർസിബിൽ ലീഗൽ അച്ചീവറായി. ഞാൻ ജോലി റിസൈൻ ചെയ്ത മാസം എൻ്റെ ടോട്ടൽ ബിസിനസ് വോളിയം 1,26,000 ടോട്ടൽ ബിസിനസ് വോളിയം. ഇപ്പം പല ആൾക്കാരും എന്നോട് റീസെന്റ് ആൾ വെച്ചു, സാർ അങ്ങനെ സാറിനെ ജോലി റിസൈൻ ചെയ്തു. എന്നോട് വെച്ചാൽ എനിക്കറിയില്ല എങ്ങനെ ചെയ്യുന്നുള്ളത്. ഞാൻ ആ ചെയ്യാൻ തീരുമാനിച്ച മൊമെന്റിനെ ഞാൻ വിളിക്കുന്നു ദൈവാനുഗ്രഹം. അത് തോന്നിയതല്ല, ആ മൊമെന്റിനെ ഞാൻ വിളിക്കുന്നു ദൈവാനുഗ്രഹം. കാരണം എനിക്ക് മാർക്കറ്റിംഗ് എക്സ്പീരിയൻസ് ഇല്ല, ആളുകളോട് സംസാരിച്ച ശീലമില്ല, സാധനം വിറ്റ് ശീലമില്ല. ആകെ ഉള്ളത് കുറെ ആഗ്രഹങ്ങൾ മാത്രമായിരുന്നു. ആഗ്രഹങ്ങൾ പണ്ടേ ഉണ്ട്. ഒരു ജോലി കിട്ടിയ സമയത്ത് കുറെ ആഗ്രഹങ്ങളൊക്കെ നടന്നു. പിന്നെ പോകെ മനസ്സിലായി ഈ ജോലി എനിക്ക് ബാധ്യതയായി മാറുന്ന മനസ്സിലായി. കാരണം വർധന കൊണ്ടാവുന്നില്ലല്ലോ, നമ്മള് പട്ടിപ്പണി എടുക്കണം, വേറൊന്നുമില്ല. അങ്ങനെയാണ് ജോലി. നമ്മൾ പേടിക്കണം. അതായത് സെക്യൂരിറ്റി ഉണ്ടോ ജോലിയിൽ? ഇല്ല. ജോലി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എംപ്ലോയർ പറയുന്ന എല്ലാ കാര്യങ്ങളും കണ്ണു മടച്ച് സഹിച്ച് ക്ഷമിച്ച് വിനീത വിധേയനായിട്ട് നിൽക്കുന്നു. അതാണ് എംപ്ലോയി. ഒരു സെക്യൂരിറ്റി ഇല്ല, വരുമാനം വർദ്ധിക്കുന്നില്ല. അങ്ങനെയാണ് എന്റെ ജോലി റിസൈൻ ചെയ്ത് പുറത്തിറങ്ങാൻ പഠിപ്പിച്ചത്. ഒരു ധൈര്യത്തിൽ ഇറങ്ങി. ഒരു 5,000 രൂപയ്ക്ക് താഴെ വരുമാനമുള്ള സംവിധാനം ജോലി വിട്ടിറങ്ങിയത്. എന്തായാലും ശരി, ആസിഫിന് എനിക്ക് 100% വിശ്വാസം ഉണ്ടായിരുന്നു. അതോടൊപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു തോന്നൽ വന്നു. സുയിസാറിന്റെ ഒക്കെ ഉപദേശം എല്ലാ ദിവസവും പറഞ്ഞ് ഇപ്പം നമ്മുടെ സുയിസാറിന്റെ ഷോപ്പിൽ പോയി കിട്ടിയ ആത്മവിശ്വാസം ഉണ്ടല്ലോ, അതൊക്കെയാണ് എടുത്ത് കഴിയുമ്പോൾ വേറൊന്നും പറയണം. റെസ്റ്റ് എടുത്തില്ല. 2-3 വർഷം ശരിക്കും ഓടിന്ന് വെച്ചാൽ മക്കൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്ന വെച്ചാൽ എനിക്ക് ഒന്നുകൂടെ ആലോചിക്കേണ്ടി വരികയായിരുന്നു. നമ്മൾ ഒന്നും നോക്കാതെ ആ ഒരു ഓട്ടമായിരുന്നു. പക്ഷെ ഇന്നതാ സന്തോഷത്തോടെ പറയുന്നു, ഇത് ഒരാളുടെ അക്കൗണ്ടിലെ ബാലൻസ് നോക്കാതെ ഒരു കടയിൽ പോയിട്ട് ഒരു സാധനം വാങ്ങിക്കാനുള്ള ധൈര്യം പോയിട്ട്. അതല്ലേ ഞാൻ ആഗ്രഹിച്ചത്? ആണോ? അല്ലേ? കുറച്ച് അസൂയുണ്ട് അവരുടെ കയ്യിലിരിക്കാത്തത്. അത് വരും എല്ലാവർക്കും. വരുത്തണം. ഈ ജീവിതം ഒന്നേ ഉള്ളൂ. നാളെ നമുക്കറിയില്ല. ഇന്ന് രാവിലെ നമ്മൾ നേരം തെളിയിച്ചു. ഇപ്പൊ പ്രസന്റ്ലി നമ്മൾ ലൈവാണ്, ജീവനോടെ ഈ ഭൂമിയിലുണ്ട്, അല്ലേ? നാളത്തെ കഥ നമുക്കറിയില്ല. എന്ത് വേണം? ഓപ്പർച്യൂണിറ്റിയുടെ കൈ കിട്ടിയിരിക്കുന്നത് ഒരു നിമിഷം പാഴാക്കാനില്ല. നമ്മൾ പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാരോട് മറ്റു പലരും ആശയം പറയും. അവരൊക്കെ നോളജി ആവും, ടെക്നിക്കൽ ആവും. അവർ വലിയ വലിയ കാറുകൾ വാങ്ങിക്കും, വലിയ വലിയ ആശുപത്രികൾ ജീവിക്കും. നമ്മളെന്ന് പറയും ഞാനും ഉണ്ടായിരുന്നു ആർസിമില്, വിചാരിച്ചതുപോലെ ഒന്നും എത്തിയില്ല. പറയാൻ ഇടവരുത്തണോ? ഇല്ല. പലപ്പോഴും ലൈഫിൽ പറയുന്ന ഒരു കാര്യമാണ്, വിചാരിച്ചതുപോലെ ജീവിതം അങ്ങ് എത്തിയില്ല. പലരും പറയുന്നതാണ്. ആക്ച്വലി ഇതിന്റെ പിന്നെ എത്താത്തൊരു കാരണം എന്നറിയോ? എന്താ കാരണം? വിചാരിക്കാത്തോണ്ടാ. ഒന്നും വിചാരിക്കാറില്ല, അതുകൊണ്ടാ. വിചാരിക്കണം. ആർസിമിൽ എത്രയും പെട്ടെന്ന് 2026 പറക്കാൻ പോവാ. 2025 കഴിഞ്ഞു കേട്ടോ, അറിഞ്ഞോ? നവംബർ പകുതി കഴിഞ്ഞു. 1.5 മാസം കഴിഞ്ഞാൽ 2025 കഴിഞ്ഞു. 2026 പറക്കാൻ പോവാ. നമ്മുടെ ചിന്തകളിലും പ്രവർത്തികളിലും മാറ്റം ഉണ്ടായില്ലെങ്കിൽ കലണ്ടറിന്റെ പേജ് മാറ്റിയാലും ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. മാറ്റം ഉണ്ടാവണമെങ്കിലോ തീരുമാനമെടുക്കണം. ഒരൊറച്ച ഈ ഹോളിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഒരൊറച്ച തീരുമാനം എടുത്തിരിക്കണം. അടുത്ത വർഷം ഇതേപോലെ ഇരിക്കുന്ന സമയത്ത് 1,50,000 രൂപയെങ്കിലും എന്റെ അക്കൗണ്ടിലേക്ക് വരുന്ന ലെവലിലേക്ക് ഞാൻ ആർസിബിൽ മാറിയിരിക്കും. തീരുമാനമെടുക്കാൻ പറ്റുമോ? പറ്റിയാലോ നമ്മുടെ തലമുറ രക്ഷപ്പെടും. അതിനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. തീർച്ചയായിട്ടും ഈ ലെവലെത്താൻ സഹായിച്ച എല്ലാ ലീഡേഴ്സിനും എല്ലാ മെന്റേഴ്സിനും ഒരുപാട് നന്ദി അർപ്പിക്കുന്നു. അടുത്ത ഒരാഴ്ച ആളുണ്ട് എന്റെ വീട്ടില്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, സാധനം തൂക്കി വന്നിട്ട് ശല്യപ്പെടുത്തി ഒരു മനുഷ്യനെ പറ്റി പറഞ്ഞില്ലേ? സാധനം തൂക്കി വന്നിട്ട് എന്റെ വീട്ടിൽ ശല്യപ്പെടുത്തി സാധനം നല്ലതാണ് സാധാരണക്കാരനായിട്ടുള്ള ഒരു സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്നു. ഞാൻ അദ്ദേഹം പരിചയപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ വരുമാനം 2,500 രൂപ. 2,500 രൂപയ്ക്ക് സെക്യൂരിറ്റി പണി ചെയ്യുന്ന ആ വ്യക്തി നാരായണേട്ടൻ ഞങ്ങൾ വിളിക്കുന്ന നാരായണൻ സാറ് ഇന്ന് സ്റ്റാർ എമറാൾഡാണ്. 3,00,000 രൂപയ്ക്ക് മേലെ വരുമാനം വാങ്ങിച്ചുകൊണ്ട് ഒരു 68 വയസ്സുള്ള സാധാരണക്കാരൻ ഞങ്ങളുടെ നാട്ടിലൂടെ തേരാപ്പാല അങ്ങോട്ട് നടക്കുന്നുണ്ട്. വെറുതെ കിട്ടിയതല്ല. എടുക്കേണ്ട പണി എടുക്കേണ്ട സമയത്ത് വൃത്തിയായും വെടിപ്പാടും എടുത്തോണ്ട് കിട്ടിയതാ. അതാണ് ചെയ്യേണ്ടത്. അതാണ് സാമ്പത്തിക സ്വാതന്ത്ര്യം. ആർസിമിലെ സാമ്പത്തിക സ്വാതന്ത്ര്യം. അടുത്ത ഒരാൾ റൂബി. ഏകദേശം ഒരു 2,00,000 രൂപയ്ക്ക് മേലെ വരുമാനം ഉണ്ടാവും. ഏകദേശം 4-5 റൂബിമാർ കേരളത്തിലുണ്ട്. ഇത് റൂബിമാർ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്താണ് നമ്മളിത് കാണാൻ പോകുന്ന സ്റ്റാർ റൂബി. സ്റ്റാർ റൂബി എന്താണെന്നും ആരാണ് ഞാൻ പറയുന്നില്ല. സ്റ്റാർ വിശദമായിട്ട് പറയും സ്റ്റാർ റൂബി എന്താണെന്ന്. ഒന്ന് ഞാൻ പറഞ്ഞു, ഞങ്ങള് ദിവസം പോകുന്ന സമയത്ത് ഞങ്ങൾ അസുഖം നോക്കുന്നുണ്ട്. സാർ ഞങ്ങൾ പോകുന്ന റോഡിൽ ഒരു 5 നില കെട്ടിടം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഒയറ പെയിന്റിംഗ് എന്താ ആകുന്നുണ്ട്. കാണുമ്പോൾ മനസ്സിലാവും സ്റ്റാർ റൂബി ആരാന്നുള്ളത്. 5 കോടിയുടെ പ്രൊജക്റ്റാണ് സാറിന്റെ വീട്ടിൽ. മക്കളുടെ സാറെ പറയും ഞാൻ സഫയർ. നമുക്കറിയാം നമ്മുടെ സിആർ കുട്ടി സാറ് എയർഫോഴ്സിൽ ജോലി ചെയ്യാൻ റിസൈൻ ചെയ്തിട്ട് ഇന്ന് 10 ലക്ഷം മേലെ സ്ഥിര വരുമാനം വാങ്ങിക്കുന്ന ലെവലാണ് സഫയർ സാറ്. സ്റ്റാർ സഫയർ. ഡയമണ്ട് ഇന്ത്യയിൽ 4 ഡയമണ്ട്സ് ഉണ്ട്. നമ്മുടെ ഡയമണ്ട് സുരേന്ദ്രഗോഡ് സാറ് സാധാരണ കേബിൾ ടി ഓപ്പറിൽ നിന്ന് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ വരുമാനം വാങ്ങിക്കുന്ന ലെജൻഡ് മാനേജറായിട്ട് മാറിയ സുരേന്ദ്രഗോഡ് സാറ്. എത്ര കണ്ട് സുരേന്ദ്രഗോഡ് സാറിനെ
കാണേണ്ട വ്യക്തിത്വമാണ്. ഹിന്ദി അറിയുന്ന ആൾക്കാർക്ക് ചാറ്റ് വിത്ത് സുരേന്ദ്ര ബോസ് എന്നൊരു അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലുണ്ട്. ഇന്ത്യയിലെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരെ വേണ്ട ഒരു ടോക്ക് ഷോ ആണ്. നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കുന്ന ഒരു പോഡ്കാസ്റ്റ് ആണ് ചാറ്റ് വിത്ത് സുരേന്ദ്ര ബോസ്. 50 കോടിക്ക് മേലെ വരുമാനം വന്ന സ്റ്റാർ ഡയമണ്ട് ഇന്ത്യയിൽ ഒരു സ്റ്റാർ ഡയമണ്ട് ഉള്ളൂ. ഇപ്പൊ നമ്മൾ ടെക്നിക്കൽ അച്ചവർ ഇവിടെ സംസാരിച്ചതുപോലെ സെക്കൻഡ് ജനറേഷൻ ആണ്. ഫാദർ തുടങ്ങിയ ബിസിനസ് അദ്ദേഹത്തിന് പറഞ്ഞ ശേഷം മകൻ ഏറ്റെടുത്തു. മകൻ ആദ്യമായിട്ട് വാങ്ങിച്ച വരുമാനം 40 ലക്ഷം രൂപയാണ്. ശേഷം 3 ലക്ഷത്തിന് മേലെ വരുമാനം, 3 ലക്ഷമല്ല, 75 ലക്ഷത്തിന് മേലെ പറയാനൊന്നും അറിയില്ല. ഇവിടെ കോടികളൊന്നും പറയുന്നത് ശീലമില്ല. അത്രത്തോളം വരുമാനം വാങ്ങിക്കുന്ന ലെവലാണ്. ഇതൊക്കെ വേണ്ട നമുക്ക്? ഇതൊക്കെ വേണ്ടേ? വാങ്ങണോ? വാങ്ങണോ? വീണവിടെ പറഞ്ഞ പോലെ 20,000 അപ്പുറത്തേക്ക് നമ്മുടെ മനസ്സ് വളർന്നിട്ടില്ല. എന്താ 2 ലക്ഷം വാങ്ങാൻ കപ്പാസിറ്റി നമുക്കില്ലേ? നമ്മുടെ അക്കൗണ്ടിൽ കൊള്ളൂലേ? പൊട്ടിപ്പോവോ? കീറിപ്പോവോ? ഇല്ലല്ലോ, ഇല്ല. 2 ലക്ഷം മാസം, 2 ലക്ഷം 5 ലക്ഷമൊക്കെ വാങ്ങുന്ന ലെവലിലേക്ക് നമുക്ക് എന്തുകൊണ്ട് എത്തിക്കൂടാ? ഈ നാട്ടിലെ സമ്പത്തും ഈ സമൃദ്ധിയൊക്കെ കുറച്ച് ആൾക്ക് മാത്രം അവകാശപ്പെട്ടതാണോ? അല്ല, ഇത് നമുക്ക് അവകാശപ്പെട്ടതാണ്. പക്ഷെ ഇത്രയും കാലം എന്തുകൊണ്ട് കിട്ടിയില്ല? ഇത്രയും കാലം നമ്മൾ എത്തപ്പെട്ടത് റൈറ്റ് ഓപ്പർച്യൂണിറ്റിയിലല്ല. ഇപ്പോഴോ വി ആർ ഇൻ റൈറ്റ് ഓപ്പർച്യൂണിറ്റി. ദാറ്റ്സ് RCM. എന്താണ് ഇത്? മുറുകെ പിടിക്കുക, ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തുക. ദൈവം തന്ന ഓപ്പർച്യൂണിറ്റിയാണ്. അതിനെ ശരിക്കും ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ വരും വർഷങ്ങൾ നമ്മൾ എന്തൊക്കെയാണോ ജീവിതത്തിൽ ആഗ്രഹിച്ചത്, എന്തൊക്കെയാണോ സ്വപ്നം കണ്ടത്, അതൊക്കെ നമ്മുടെ അടുത്ത് വന്നുകൊണ്ടിരിക്കും. ഇതൊക്കെ എവിടെയുള്ളതെന്നറിയോ? ഇത്രയും കാലം അതൊക്കെ ഒരുപാട് ദൂരെയായിരുന്നെങ്കിൽ ഇന്നൊരു കയ്യെത്ത് മകലതാണ്. ഈ ഒരു കയ്യെത്ത് മകലതാണ്. ഒന്ന് സ്ട്രെച്ച്, ഒരു ചെറിയൊരു സ്ട്രെയിൻ എടുത്താൽ മാത്രം മതി. നമ്മൾ ജീവിതത്തിൽ ആഗ്രഹിച്ച എല്ലാ സമ്പൽ സമൃദ്ധിയും നമ്മുടെ കൈ മുമ്പിലുണ്ട്. ഏറ്റെടുക്കണ്ടേ? യെസ്. അതിനുള്ള ഏറ്റവും വലിയ പ്ലാറ്റ്ഫോം അവിടെ ഇന്നത്തെ ഈ ക്ലാസ്സിന് ആശംസിച്ചുകൊണ്ട് ഇത്രയും എല്ലാവർക്കും എല്ലാവിധ വിജയം ആശംസിച്ചുകൊണ്ട് എത്തുന്നു. താങ്ക് യു. ജയാസ്യ. ഒരു 5 മിനിറ്റ് ഇവിടെ ടീ ബ്രേക്ക് ആണ്. പെട്ടെന്ന് താഴേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക്